ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവോ 125 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, ഓയിൽ ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ വർക്കിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്ന കമ്പനി ലൈനറാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് നമുക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീലൂടെ ഇരിക്കുന്ന ഷാഫ്റ്റാണ്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് വെക്കാനുണ്ട്. ക്ലച്ചിൽ വേറെ പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി വിടണം കേട്ടോ. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല, പുതിയ ബെൽറ്റാണ് കേട്ടോ. അതേപോലെ ക്ലച്ച് യൂണിറ്റൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ ക്ലച്ച് ഗ്രീസിങ് ചെയ്ത് വണ്ടി റീസെറ്റ് ആക്കുക, അതാണ് നിലവിൽ ക്ലച്ചിലുള്ളത്. വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു, പുതിയ കേബിളാണ് കിടക്കണേ. അതേപോലെ തന്നെ ബാറ്ററിയും നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ലോഡിൽ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.40. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തും വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അയച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്ക് കേബിള് നിലവിൽ പുതിയ കേബിളാണ്. അടിയിലത്തെ കേബിൾ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ പുതിയതാണ്, മുകളിലത്തെ പഴയതാണ്. പക്ഷേ എന്നാൽ പോലും വേറെ പ്രോബ്ലം ഒന്നുമില്ല, ടൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീൽ അഴിച്ചിട്ട് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. അതേപോലെ നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്തു. അതേപോലെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരുവിധം കളർ ചേഞ്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീരെ മോശം അവസ്ഥയിലല്ല, പക്ഷേ ഓയിൽ മാറേണ്ട ഒരു ടൈമാണ്. നമുക്ക് ഈ മോഡലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആകെ 600 മില്ലി ഓയിലാണ് ഉള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഇതാവണേക്കാളും പഴുക്കാവണേക്കാളും മുമ്പ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. 3000 കിലോമീറ്ററാണ് നമ്മളതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ ഒരു മാനദണ്ഡം. അതായത് 3000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ മാറ്റണമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഓടേണ്ടത് നമുക്കൊരു ഐഡിയ ഇല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അത് ഏകദേശം നിങ്ങൾക്ക് ഒരു 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളയാം. ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല, കളറിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓട്ടത്തിൻ്റെ ഇത് കാൽക്കുലേഷൻ വെച്ച് നോക്കിയിട്ട് അങ്ങനെ 3000 ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാറ്റി കളയാം. തീരെ മോശമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. സർവീസിൻ്റെ ഡീറ്റെയിൽസാണ് ഇടണം കേട്ടോ. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ട് നിങ്ങൾ പറയാം, അതനുസരിച്ച് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അതല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി.